വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. കിഡ്സ് ഏരിയ ഓൺലൈൻ അവധിക്കാല ക്ലാസ്സുകൾ 2025 ഏപ്രിൽ 2 ആരംഭിക്കുകയാണ്. LKG UKG റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ ബേസിക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് ഉണ്ടാവും. ഇംഗ്ലീഷിൻ്റെ ബേസിക് ഗ്രാമർ ക്ലാസ്സസ്, കുട്ടികൾക്ക് എക്സാം സ്വന്തമായിട്ട് എഴുതാനായിട്ട് ഗ്രാമർ പഠിപ്പിക്കുന്ന ക്ലാസ്സസ് ആണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഉണ്ടാവും. മാത്സിൻ്റെ ബേസിക് ക്ലാസ്സസ് ഉണ്ടാകും. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്ന 1ാം ക്ലാസ്സിൻ്റെ പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഉണ്ടാകും. അതുപോലെ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ ട്യൂഷനും ഉണ്ടാവും. വർക്ക്ഷീറ്റ്സും കിഡ്സ് ഏരിയ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മാർച്ച് മാസം അഡ്മിഷൻ എടുക്കേണ്ടതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിൽ അഡ്മിഷൻ മാർച്ച് മാസം എടുക്കാവുന്നതാണ്. ഏപ്രിൽ 2 ക്ലാസ് സ്റ്റാർട്ട് ആവുക. സൂമിൽ ലൈവായിട്ടും ക്ലാസ് വരുന്നുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ക്ലാസ് 1 മാത്തമാറ്റിക്സ്, ഗണിതം, മോർ ആൻഡ് ലെസ്, കൂടിയതും കുറഞ്ഞതും എന്ന യൂണിറ്റാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. മോർ ആൻഡ് ലെസ്, കൂടിയതും കുറഞ്ഞതും. ഓക്കെ, റെഡിയാണോ? പഠിക്കാൻ റെഡിയാണോ? യെസ്. ഇവിടെ നോക്കിയേ, ഒരു ബോയ് ഉണ്ട്, ഒരു ഗേൾ ഉണ്ട്, പിന്നെ ആരുണ്ട്? ഹെന്നുണ്ട്, ചിക്സ് ഉണ്ട്, മരങ്ങളുണ്ട്, ഡ്രം സ്റ്റിക്സ്, മുരിങ്ങക്കായ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഇതൊരു മുരിങ്ങക്കായ് മരമാണ്. അതിൽ ഡ്രം സ്റ്റിക്സ് ഒത്തിരി ഉണ്ട്, കണ്ടോ? ഈ ബോയുടെ കയ്യിലും ഒരു ഡ്രം സ്റ്റിക്ക് ഉണ്ട്, മുരിങ്ങക്കായ് ഉണ്ട്. ഗേളിൻ്റെ കയ്യിലും ഒരു മുരിങ്ങക്ക ഉണ്ട്. അപ്പോൾ ഇതിൽ ആരുടെ മുരിങ്ങക്കാണ്? ഹൂസ് ഡ്രം സ്റ്റിക്ക് ഈസ് ലോങ്ങർ? നീളം കൂടിയ മുരിങ്ങക്കായ് ആരുടെ കയ്യിലാണ്? ബോയുടെ കയ്യിലാണോ ഗേളിൻ്റെ കയ്യിലാണോ? നോക്കിയേ, ഇത്രയുമാണ് ബോയ്ക്കുള്ളത്. ദാ നോക്കി, നല്ല നീളത്തിൽ ആരുടെ മുരിങ്ങക്കായ് ഉണ്ട്? ഗേളിൻ്റെ അല്ലേ? അപ്പോൾ ഇവിടെ നീളം കൂടുതൽ ആരുടെ മുരിങ്ങക്കയാണ്? ഗേളിൻ്റെയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഗേളിൻ്റെ ആ കോളത്തിൽ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. അടുത്ത ചോദ്യം, കോഴിയുടെ മുകളിൽ എത്ര കുഞ്ഞ്? താഴെയോ? ഹൗ മെനി ചിക്സ് ഓൺ ദ ഹെൻസ് ബാക്ക്? ഹെന്നിൻ്റെ പുറത്ത് എത്ര കോഴിക്കുഞ്ഞുങ്ങളുണ്ട്? ഹൗ മെനി ബിലോ? താഴെ എത്ര കുഞ്ഞുങ്ങളുണ്ട്? മുകളിൽ, താഴെ. കോഴിയുടെ മുകളിൽ എത്ര കുഞ്ഞുങ്ങളുണ്ട്? താഴെ എത്ര കുഞ്ഞുങ്ങളുണ്ട്? കോഴിയുടെ മുകളിൽ എത്ര കുഞ്ഞുങ്ങളുണ്ട്? 1. കോഴിയുടെ മുകളിൽ എത്രയാണ്? 1. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ എഴുതേണ്ടത്? 1 എന്ന് എഴുതുക. താഴെ എത്രയുണ്ട്? 1, 2. അപ്പോൾ താഴെ എത്രയാണ്? 2 ആണ് താഴെ. മുകളിൽ how many chicks on the hen's back? 1. How many below? 2. ഓക്കെ, മനസ്സിലായോ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നീളം കുറഞ്ഞ ഒരു ബാറ്റ് വരയ്ക്കൂ. ഡ്രോ എ ബാറ്റ് ഷോർട്ടർ ദാൻ ദിസ്. അപ്പോൾ ഇതിന് എത്ര നീളമുണ്ട്? അതിനേക്കാളും നീളം കുറഞ്ഞ എന്ത് ചെയ്യണം? ഒരു ബാറ്റ് വരയ്ക്കണം. നീളം കുറഞ്ഞ ഒരു ബാറ്റ് വരയ്ക്കൂ. ഓക്കെ, അപ്പോൾ നീളം കൂടിയ ബാറ്റ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇതിനേക്കാളും നീളം കൂടിയ ബാറ്റ് വരയ്ക്കണം. നീളം കുറഞ്ഞ ഒരു ബാറ്റ് വരയ്ക്കാൻ പറഞ്ഞാൽ നൽകിയിരിക്കുന്നതിനേക്കാളും നീളം കുറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്നും പഠിക്കേണ്ടത്, നീളം കുറഞ്ഞതിന് എന്ത് പറയുമെന്നറിയാവോ? ഷോർട്ടർ. നീളം കുറഞ്ഞതിന് എന്താ പറയുക? നീളം കുറവ്. നീളം കുറഞ്ഞത് എന്നെങ്ങനെ മനസ്സിലാക്കും? ഷോർട്ടർ. നീളം കുറഞ്ഞതിന് എന്താ പറയുക? ഷോർട്ടർ. അപ്പോൾ ഷോർട്ടർ എന്ന് പറഞ്ഞാൽ നീളം കുറഞ്ഞത് വരയ്ക്കുക. മനസ്സിലായോ? അപ്പോൾ നീളം കുറഞ്ഞ ഷോർട്ടർ ബാറ്റ് വരയ്ക്കാൻ പറഞ്ഞാൽ നീളം കുറഞ്ഞത് വരയ്ക്കുക. നീളം കൂടിയ ചരട് വരയ്ക്കൂ. ഡ്രോ എ ത്രെഡ് ലോങ്ങർ ദാൻ ദിസ്. ഇതിനേക്കാളും നീളം കൂടിയത്. അപ്പോൾ ഇതിനൊരു നീളമുണ്ട്, ഇതിനേക്കാളും നീളം കൂടിയ ത്രെഡ് വരയ്ക്കാൻ പറഞ്ഞാൽ ലോങ്ങർ ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനേക്കാളും എന്ത് ചെയ്യണം? ഇങ്ങനെ നീളത്തിൽ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇതിനേക്കാളും നീളം കൂടിയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനേക്കാളും ഇങ്ങനെ വരച്ചാൽ നല്ല നീളം കൂടുതൽ. അപ്പോൾ ഇതിൽ ഏതാണ് ലോങ്ങർ? ടീച്ചർ വരച്ചതാണ് ലോങ്ങർ. അപ്പോൾ നീളം കൂടിയ ചരട് വരയ്ക്കൂ. നൽകിയിരിക്കുന്നതിനേക്കാളും നീളം കൂടിയത് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഷോർട്ടർ ത്രെഡ്, ഇത് ലോങ്ങർ ത്രെഡ്. മനസ്സിലായോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നീളം കൂടിയതിന് ടിക്ക് മാർക്ക് കൊടുക്കുക. ഇവിടെയും പെൻസിലുണ്ട്, ഇവിടെയും പെൻസിലുണ്ട്. ഏത് പെൻസിലാണ് നീളം കൂടുതൽ? ഓറഞ്ച് പെൻസിലാണോ യെല്ലോ പെൻസിലാണോ? യെസ്, അപ്പോൾ ഓറഞ്ച് പെൻസിലാണ്. അപ്പോൾ ഓറഞ്ച് പെൻസിൽ എന്ത് ചെയ്യാം? ടിക്ക് മാർക്ക് കൊടുക്കാം. അടുത്ത് നിങ്ങൾ പറഞ്ഞ കോംബ്, ചീർപ്പ്. ഇതാണോ ഇതാണോ? ഏതാണ് നീളം കൂടുതൽ?
ദിസ് വൺ. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിന് ടിക്ക് മാർക്ക്, ലോങ്ങർ ആയിട്ടുള്ളതിന് ടിക്ക് മാർക്ക് കൊടുക്കാനാണ് പറയുന്നത്. സ്പൂൺ, ഇവിടെയും സ്പൂൺ ഉണ്ട്, ഇവിടെയും സ്പൂൺ ഉണ്ട്. ഇതിൽ ഏത് സ്പൂണിനാണ് നീളം കൂടുതൽ? ദിസ് വൺ. അപ്പോൾ എന്ത് ചെയ്യുക, അതിന് ടിക്ക് മാർക്ക് കൊടുക്കുക. നെക്ലേസ്, മാല, ഇവിടെയുമുണ്ട് ഇവിടെയുമുണ്ട്. ഇതിൽ ഏതിനാണ് നീളം കൂടുതൽ? വിച്ച് വൺ ഈസ് ലോങ്ങർ? ഏതാണ് നീളം കൂടുതൽ? ദിസ് വൺ. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിന് ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി എന്താണ് അംബ്രല്ല? അംബ്രല്ലയിൽ നീളം കൂടിയത് ഏതാ? ഈ അംബ്രല്ലയാണോ ഈ അംബ്രല്ലയാണോ നീളം കൂടുതൽ? ലോങ്ങർ അംബ്രല്ല ഏതാണ്? ലോങ്ങർ അംബ്രല്ല, യെസ്, ദിസ് വൺ. അപ്പോൾ ഇതിന് ടിക്ക് മാർക്ക് കൊടുക്കുക. നെക്സ്റ്റ് സ്കെയിൽ, ഇവിടെയും ഒരു സ്കെയിൽ കാണുന്നുണ്ട്, ഇവിടെയും ഒരു സ്കെയിൽ. റൂളർ അല്ലെങ്കിൽ സ്കെയിൽ. ഏത് റൂളറാണ് നീളം കൂടുതൽ? ദിസ് വൺ. അപ്പോൾ എന്ത് ചെയ്യുക, നീളം കൂടിയ ഈ സ്കെയിലിന് ടിക്ക് മാർക്ക് കൊടുക്കുക. നീളം കൂടിയതിന് ടിക്ക് മാർക്ക് കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നീളം കൂടിയത് ലോങ്ങർ, നീളം കുറഞ്ഞതിന് എന്താ പറയുക? ഷോർട്ടർ എന്നാണ് പറയുക. അപ്പോൾ നീളം കൂടിയത് ലോങ്ങറിന് ടിക്ക് മാർക്ക് കൊടുക്കാൻ പറഞ്ഞാൽ നീളം കൂടുതലുള്ളതിന് ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, മനസ്സിലായോ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.